ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളിൽ +1 മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് അല്ലേ. സോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ബേസ് ചെയ്തുകൊണ്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ സെക്ഷൻ 3 പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും സ്പെഷ്യൽ റാഷണൽ ഫംഗ്ഷൻസിൻ്റെയും ഒക്കെ ലിമിറ്റ്സുകൾ 2 വീഡിയോസിലായി ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ച കുറേ റിസൾട്ടുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ലിമിറ്റ്സ് ഫ്രം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. ആ റിസൾട്ടിൻ്റെ പ്രൂഫൊന്നും നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഞാൻ ആ റിസൾട്ടുകളിലേക്കൊന്ന് കടക്കുകയാണ്, ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കൂ. ഈ എക്സ് ടെൻസ് ടു 0 ആണ് എല്ലാ ട്രിഗ്നോമെട്രിയിലും വരിക അല്ലേ. കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആയിരിക്കും എപ്പോഴും. സൈൻ എക്സിൻ്റെ ലിമിറ്റ് 0, കോസ് എക്സിൻ്റെ ലിമിറ്റ് 1, ടാൻ എക്സിൻ്റെ ലിമിറ്റ് 0. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ +1 നോട്ട് നോക്കി പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി പറഞ്ഞു തരാം. ഓക്കെ, ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും ലിമിറ്റ് 0യും കോസ് എക്സിൻ്റെ 1 ആണ്. ഓക്കെ, അടുത്ത റിസൾട്ട് ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട 2 പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ അതിൻ്റെ ലിമിറ്റ് 1 ആണ്. ഓക്കെ, ഇനി എല്ലായ്പ്പോഴും ടെൻസ് ടു 0 ആണ്, അതിങ്ങനെ പറയണമെന്നില്ല. അതേപോലെ ടാൻ എക്സ് ബൈ എക്സിൻ്റെതും 1 ആണ്. കോസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, അത് നമുക്ക് പഠിക്കാനില്ല. ഈ 5 +1 ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ റിസൾട്ട് കൂടി പറഞ്ഞു തരികയാണ്, കാരണം 1 വേർഡുകൾ ചിലപ്പോൾ ലഭിച്ചേക്കാം. ശ്രദ്ധിച്ചോളൂ. സൈൻ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് 1 അല്ലേ. അതിന് പകരം സൈൻ ഓഫ് AX ബൈ എക്സ്, ഇപ്പോൾ സൈൻ 2x ബൈ എക്സ്, സൈൻ 3x ബൈ എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ 2 അല്ലെങ്കിൽ 3 അതായിരിക്കും ആൻസർ. ആ A ആണ് അതിൻ്റെ ആൻസർ വരിക. ക്ലിയർ? ഓക്കെ, ഇനി സൈൻ ഓഫ് AX ഡിവൈഡഡ് ബൈ എക്സിന് പകരം ഇതിൽ കാണുന്ന ഈ എക്സിന് പകരം അവിടെ BX ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ, A/B. ക്ലിയർ? ഇതേ കാര്യങ്ങൾ ഈ 2 ഇതേപോലെ ടാനിനും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ടാൻ AX ബൈ എക്സ് വന്നാൽ ലിമിറ്റിൻ്റെ ആൻസർ A ആയിരിക്കും. AXൻ്റെ ചോട്ടിൽ BX വന്നാൽ A/B ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇനിയും ഉണ്ട് കുറച്ചും കൂടി, ശ്രദ്ധിച്ചോളൂ. സൈൻ AX ബൈ സൈൻ BX എന്ന് വന്നാൽ 1 വേർഡുകളൊക്കെ വരും. തിയറി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ നേരിട്ട് ആൻസർ അപ്ലൈ ചെയ്യരുത്. 1 വേർഡ് വന്നാൽ അതിൻ്റെ ആൻസർ A/B. ഓക്കെ, ഇനി ടാന് വന്നാലും A/B, അതാണ് ഈ 2ാമത്തെ ബോക്സിൽ. ഇനി മുകളിൽ സൈനും താഴെ ടാനും വന്നാൽ, അല്ലെങ്കിൽ മേലെ ടാന് താഴെ സൈനും ടാനും തമ്മിലുള്ള റേഷ്യോ വന്നാൽ എപ്പോഴും അതിൻ്റെ ആൻസർ A/B ആയിരിക്കും. ഇതൊക്കെയാണ് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നോട്ട്സ് വളരെ ഷോർട്ട് നോട്ടായിട്ട് ഇതൊക്കെ എഴുതിയെടുക്കണം. അടുത്തതിലേക്ക് പോവാം. അടുത്തതിൽ നമ്മൾ ലിമിറ്റ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷനാണ്. അത് നിങ്ങളുടെ സിലബസിൽ അഡീഷണൽ ടോപ്പിക്കായിട്ട് സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ള സാധനമാണ്. ഇതിലും നിങ്ങൾ 2 ഫോർമുല പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആദ്യം ഞാൻ എക്സ്പോണൻഷ്യലിലേക്ക് ഒന്ന് പോവുകയാണ്. 4 റിസൾട്ട് അവിടെ വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്നത് ഈ ഫസ്റ്റ് റിസൾട്ടാണ്. ലിമിറ്റ് ടെൻസ് ടു 0 ആയിരിക്കും കേട്ടോ. ഈ ട്രിഗ്നോമെട്രി ആയാലും എക്സ്പോണൻഷ്യൽ ആയാലും ലോഗരിതമിക് ആയാലും ഒക്കെ ടെൻസ് ടു 0 ഉള്ളതേ നമുക്ക് ചോദിക്കൂ. അല്ലാത്തത് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വഴിയെ അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കും. ഓക്കെ, 1ാമത്തെ റിസൾട്ട് e⁻x എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് e⁻x ഒക്കെ പരിചയമുണ്ട്. ഇപ്പോൾ e⁻x -1 ഡിവൈഡഡ് ബൈ എക്സ് വന്നാൽ അതിൻ്റെ ലിമിറ്റ് 1 ആണ്. ഇനി അവിടെ e⁻x പകരം ഈ ബേസിൽ ഇക്ക് പകരം A എന്ന് വന്നാൽ അതിൻ്റെ ആൻസർ log A എന്നാണ്. ഓക്കെ, ഇതാണ് ശരിക്കും മെയിൻ റിസൾട്ട്. ഈ A മാറി അവിടെ E വന്നാൽ log E വിലയാണ് 1 എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ക്ലാസ്സിലായതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് റിസൾട്ടിലേക്ക് പോകും. e⁻x പകരം e⁻AX എന്ന് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ A ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി താഴെ ഈ എക്സിന് പകരം BX ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ A/B ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പോണൻഷ്യലിൽ നിന്നൊന്ന് ഓർത്ത് വെക്കാം. നേരെ ലോഗരിതമിക്കിലേക്ക് ഒന്ന് പോകാം. ശ്രദ്ധിച്ചോളൂ. ഈ ഫസ്റ്റ് കാണുന്നതാണ് നിങ്ങളുടെ സിലബസിലുള്ള റിസൾട്ട്. ഓക്കെ, ലോഗ് ഓഫ് 1 + x എന്ന് ന്യൂമറേറ്റർ വരും, ഡിവൈഡഡ് ബൈ എക്സ് വരും. എക്സ് ടെൻസ് ടു 0 അതിന് പറയണ്ടല്ലോ, ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 1-2 എക്സ്ട്രാ റിസൾട്ട് പറയാം. ഈ മുകളിൽ കാണുന്ന എക്സിന് പകരം അവിടെ AX ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ A ആയിരിക്കും. അവിടെ AXും താഴെ BXും വരികയാണെങ്കിൽ A/B ആയിരിക്കും. ഇതൊക്കെ 1 വേർഡായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
സോ ഇത്രയും റിസൾട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് കോച്ചിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഒക്കെ എഴുതിയെടുത്തതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ, ഞാൻ ആൻസർ ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് 0 sin x ഡിവൈഡഡ് ബൈ 2x. 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഫസ്റ്റ് ഇയർ തന്നെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് വരും. ഓക്കെ, ബാക്കി sin x ബൈ x വരും. അത് 1 ആണ്, നമ്മളിന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 ഹാഫ് കഴിഞ്ഞു. ക്ലിയർ. ഇനി ഇതേമാതിരി ക്വസ്റ്റ്യൻ ഇവിടെ 3x 4x മേലെ ഇനി സൈനിന് പകരം ടാൻ വന്നാലും ഇതേപോലെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ, ഇത് ടാനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ താഴെയുള്ള 5 പുറത്തേക്ക് എടുക്കാം. 1/5 ബാക്കി ആൻസർ 1 ആയിരിക്കും. കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിക്കൂ. sin 3x ബൈ x ആണ്. ചെറിയ വ്യത്യാസം. ഇവിടെ നോക്കൂ, sin x ഉള്ളൂ, താഴെയാണ് 2x. എന്നാൽ ഇവിടെ മുകളിൽ 3x ആണ്, താഴെയാണ് എക്സ് മാത്രമായി കിടക്കുന്നത്. അപ്പോൾ ഈ സൈനിൻ്റെ ഉള്ളിൽ നിന്ന് 3 ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. ഈ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യനിൽ എടുത്ത പോലെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ കഴിയില്ല. ബിക്കോസ് ഇത് സൈനിനകത്താണ്. അപ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 1 വേർഡ് ആയിട്ടാണ് ചോദിച്ചെങ്കിൽ ഞാൻ നേരത്തെ പഠിപ്പിച്ചെന്ന റിസൾട്ട് ഉണ്ട്. sin ax ബൈ x പറഞ്ഞാൽ a ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ആണ്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ തന്നെ 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ ചോദിച്ചാൽ കുറച്ച് സ്റ്റെപ്സ് എഴുതണം. അപ്പോൾ മക്കളെ തുടങ്ങാം. നമ്മൾ ലിമിറ്റ് എടുത്ത് എഴുതി. ഇനി ഇവിടെ 3x ആണെങ്കിൽ താഴെയും 3x വന്നാൽ പോരെ. നോക്കൂ, ഇതവിടെ നോക്കൂ, sin x ബൈ x എന്ന് വന്നാൽ അതിൻ്റെ ലിമിറ്റ് 1 അല്ലേ. അപ്പോൾ സൈനിൻ്റെ ഉള്ളിൽ എന്താണോ x വന്നത് അതേ x താഴെ വരണം. ഇപ്പോൾ ഇവിടെ 5x ആണെങ്കിൽ ഇവിടെയും 5x വരണം. ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും തീറ്റ വരണം. അപ്പോൾ ഇവിടെ sin 3x ആണ്, അപ്പോൾ താഴെ 3x വരണം. അപ്പോൾ താഴെ ഇങ്ങനെ 3x ആക്കണം. അപ്പോൾ ഒരു 3 കൊണ്ട് ഹരിച്ചാലല്ലേ 3x കിട്ടുള്ളൂ. അപ്പോൾ അത് മാറ്റം വരാതിരിക്കാൻ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മുകളിൽ 3 ഉണ്ട്, താഴെയും 3 ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് എങ്ങടാ പോണത് 0ലേക്ക്. അപ്പോൾ അതിന് മാറ്റിയിട്ട് 3x ടെൻസ് 0 എന്നാക്കാം. x 0ലേക്കാണെങ്കിൽ 2x 3x ഒക്കെ 0ലേക്ക് തന്നെയാവും പോവുക. അപ്പോൾ വേണമെങ്കിൽ ഒരു ഭംഗിയാക്കാൻ വേണ്ടി അങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആയില്ലേ. അപ്പോൾ ആൻസർ 3 ആയി. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ 1 വേർഡ് ചോദിച്ചാൽ sin ax ബൈ x ഈസ് a. അപ്പോൾ ഇവിടെ 3. ക്ലിയർ. സോ 3 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നാലാമത്തെ ശ്രദ്ധിച്ചോളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ടാൻ വേർഷനാണ്. ടാൻ ഓഫ് 5x ബൈ x വരും. അപ്പോൾ എന്താ ചെയ്യുക, ഈ താഴെ 5x വരണം. അപ്പോൾ താഴെ ഒരു 5 ഹരിച്ചു, അപ്പോൾ ഒരു ഗുണിച്ചു 5നെ. അപ്പോൾ 5 × 1 ആൻസർ 5. ക്ലിയർ. ഓക്കെ, 1 വേർഡ് ആണെങ്കിൽ ഡയറക്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ശ്രദ്ധിക്കൂ. ടാൻ ഓഫ് 3x ബൈ 4x വന്നാലോ. ഇപ്പോൾ നോക്കുന്ന മക്കളെ, നമുക്കിതിനെ ടാൻ ax ബൈ bx ഈക്വൽ ടു a ബൈ b. അപ്പോൾ 1 വേർഡ് ആണെങ്കിൽ 3/4. ഇനി ക്വസ്റ്റ്യൻ 2 മാർക്സ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ താഴെയുള്ള 4 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1/4 വരും. ഓക്കെ, 1/4 പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ വരും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിനെ നമുക്ക് നേരിട്ട് 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു 3 ഡിവൈഡ് ചെയ്ത് ഒരു 3 മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് നേരെ 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1/4 × 3 3/4. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഈ സൈൻ ആയാലും പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 6 ശ്രദ്ധിക്കൂ. sin 7x ബൈ 5x. അത് ഈ 5 പുറത്തേക്ക് എടുക്കുക ചോട്ടിൽ 1/5. ബാക്കിയുള്ള ആൻസർ 7. അപ്പോൾ 7/5. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 7 ശ്രദ്ധിക്കാം. ഓക്കെ, sin ax ബൈ bx ഒക്കെ 1 വേർഡ് ആണ്. നോക്കിക്കോളൂ, sin ax ബൈ bx ഈസ് a ബൈ b. അപ്പോൾ ആൻസർ ഈസ് 5/3. നോക്കൂ, ഫൈനൽ ആൻസർ 5/3. ഇനി അതെങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കാം. ഒരു മാർക്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് 1-2 സ്റ്റെപ്പ് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇതിൻ്റെ മേലെയും താഴെയും ഒരു x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x ഇങ്ങനെ വരും ചോട്ടിൽ. അപ്പോൾ താഴെയും x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ലിമിറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. മേലത്തെ ലിമിറ്റ് വേറെയും താഴത്തെ ലിമിറ്റ് വേറെ ആക്കുക. ഓക്കെ, മേലത്തെ ലിമിറ്റിൻ്റെ ആൻസർ 5, താഴെ ലിമിറ്റിൻ്റെ ആൻസർ 3. സോ 5/3. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇനി ടാനും വരാം, സൈനും ടാനും വരാം, ടാന് മേലെ പല കോമ്പിനേഷൻ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 ശ്രദ്ധിച്ചോളൂ. സൈനും ടാനും ആണ്. എന്തായാലും ഒരു x കൊണ്ട് മേലെയും താഴെയും ഡിവൈഡ് ചെയ്യാം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. മേലത്തിൻ്റെ ആൻസർ 3, താഴത്തിൻ്റെ ആൻസർ 4. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 ശ്രദ്ധിക്കൂ. ടാനും ആണ്. മുകളിലും താഴെയും x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ന്യൂമറേറ്റർ ആൻസർ 7, ഡിനോമിനേറ്റർ ആൻസർ 5, ആൻസർ 7/5. വെരി സിമ്പിൾ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. e raised to 5x minus 1 by x. അപ്പോൾ നമ്മൾ പഠിച്ച റിസൾട്ട് നോക്കൂ. e raised to 5x എന്ന് വന്നാൽ താഴെയും 5x വരണം. ഓക്കെ, അപ്പോൾ താഴെ ഒരു 5 ഡിവൈഡ് ചെയ്തു. സ്റ്റെപ്പ് 5 ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇൻറ്റു 5 ചെയ്തു. അപ്പോൾ ഈ ആൻസർ 1 ആണ്. സോ 5 × 1 5. ഇതേ ക്വസ്റ്റ്യൻ 1 വേർഡ് ആണെങ്കിൽ e raised to ax minus 1 by x-ൻ്റെ ആൻസർ a എന്ന് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കാം. a നേരെ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ശ്രദ്ധിക്കൂ. e raised to 3x minus 1 all divided by 4x. അപ്പോൾ ഈ all divided by 4x-ലെ 4 പുറത്തേക്ക് എടുക്കാം. ഓക്കെ, 1/4 പുറത്ത് വരും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ ഫസ്റ്റ് 10th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ 3 ആണ്. 3/4. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. e raised to 3x minus 1 all divided by e raised to 4x minus 1. ഓക്കെ, അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പോലെ മേലെയും താഴെ ഒരു x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റും ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റും സ്പ്ലിറ്റ് ചെയ്യുക. ഇതാ കാണുന്നു, സ്പ്ലിറ്റ് ചെയ്തു. ഈ മോളത്തിൻ്റെ ആൻസർ ഈ മോഡലാണ്. അപ്പോൾ ആൻസർ 3.
താഴത്തിൻ്റെ ആൻസർ 4, 3/4. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ലിമിറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കൂ. ലോഗരിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലോഗ് ഓഫ് 1 + x/x 1 അല്ലേ? അപ്പോൾ ഇവിടെ 1 + x-ന് പകരം 5x അല്ലേ? അപ്പോൾ താഴെ എന്ത് വരണം? 5x വരണം. അപ്പോൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ ടോട്ടൽ ആൻസർ 1 വരും. സോ 5 × 1 വരും. ആൻസർ 5. ഓക്കെ, ഇനി താഴെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു സംഖ്യ കൂടി ഉണ്ടെങ്കിലോ? ക്വസ്റ്റ്യൻ നമ്പർ 14 ശ്രദ്ധിച്ചോളൂ. അവിടെ ഒരു 4 വന്നു. അപ്പോൾ ആ 4 1/4 പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ആൻസർ 3 ആണ്. അപ്പോൾ 3/4. ക്ലിയർ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കൂ. ലിമിറ്റ് ഓഫ് x → 0. മേലെ ലോഗരിതം, താഴെ sin 5x. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ മേലെയും താഴെയും ഒരു x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ന്യൂമറേറ്ററിനെ ഞാനൊരു x കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററേയും ഞാനൊരു x കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഒരേ ആശയത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് നോക്കൂ മക്കളെ. ഈ 13-ാമത്തെയും 14-ാമത്തെയും ഒക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായാൽ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് 2 ആണെന്ന് മനസ്സിലാവും. ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരം, ഇന്ന് തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരം 5 ആണ് ആൻസർ. സോ ആൻസർ ഈസ് 2/5. സോ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തു. ഈ 15 ക്വസ്റ്റ്യൻസോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തരുവാണ്. വീട്ടിൽ പോയിട്ട് എന്ന് പറയാൻ പാടില്ല, സ്കൂളിൽ ഓർമ്മയിൽ പറഞ്ഞതാണ്. വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 15 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക്സ് ആണ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ എഴുതിയെടുക്കുന്ന ബുക്കിൽ ഈ 15 എണ്ണം എഴുതി വെച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യണം. ഓക്കെ, ചെയ്ത വിവരം എന്നെ അറിയിക്കും കൂടി ചെയ്താൽ വളരെ സന്തോഷം. ഓക്കെ, ക്ലിയർ? നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.